കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ സഹിതം വിളിച്ച് പറഞ്ഞത് സുഹൃത്തേട്ടന് വീട്ടിൽ മോശം നടന്നിട്ട് നിങ്ങളൊന്ന് നടപ്പിട്ട് നോക്കാളി. അല്ലെ മിനിഞ്ഞാന്ന് നമ്മുടെ 2 വീലർ വിൽക്കണല്ലേ സെക്കൻഡ് ഹാൻഡ് നാസർ, അവന്റെ വീട്ടിൽ മോഷണം നടന്നു. ഞാൻ അറിഞ്ഞു. അത് രാത്രിയല്ലേ? ഇത് പകല്. പകലാണോ? പകല്. ഓ ഇപ്പൊ പകലിങ്ങനെ സംഭവിച്ചാ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? അല്ല അവിടെ ആളില്ലായിരുന്നു. ആളിപ്പോ ഈ മക്കള് രണ്ടാളും പണിക്ക് പോവുകയുള്ളോ, പിന്നെ പെണ്ണുങ്ങളില്ലല്ലോ മൂപ്പർക്ക്. ഒറ്റയ്ക്കാ. മൂപ്പർക്കാണെങ്കിൽ ശരിക്കും കണ്ണും കാണൂല, ചെവിടും കേൾക്കൂല. അല്ല മൂപ്പിലാന് കുഴപ്പമില്ല ഉണ്ടോ? നമ്മ പോയി നോക്കാം. എന്താ സ്വർണ്ണവും കുറച്ച് പൈസ ഒക്കെ പോയിട്ടെന്ന് കേട്ടിക്കണം. അതല്ലേ ഇതിപ്പോ ഇങ്ങനെ പകലൊക്കെ മോശം നടക്കണ നമ്മളെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാ. ഇപ്പൊ നമ്മളെവിടെ ആദ്യമായിട്ടാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇത് കൊല്ലത്ത് നടന്നു. കൊല്ലത്ത് എന്റെ പുഷ്പവല്യമ്മ ഉണ്ടല്ലോ, വല്യമ്മയുടെ വീട്ടിൽ ഒരുത്തൻ രാവിലെ ആയപ്പോ കുറെ സാരിയൊക്കെ ആയിട്ട് വന്നു. പിള്ളേരൊക്കെ പഠിക്കാൻ പോയേ. ഇവൻ ഈ സാരി എല്ലാം കൊണ്ട് ഹിന്ദിക്കാരനാ. അമ്മ ഏതേക്കോ എന്ന് പറഞ്ഞു. വല്യമ്മ സാരി നോക്കണതിന്റെ ഇടയിൽ ഇവൻ കഴുത്തി കിടന്ന് മാല പിടിച്ചിട്ട് ഒറ്റ പോക്ക്. കള്ള ഹിമാറ്. എത്ര പാവം പോയി? അതല്ലേടെ ഒരു ദിവസം സംഗതി മുക്കുകൊണ്ടായിരുന്നു. ഇവ ഓർണന്റെ ഇടയിൽ ഈ സാരി എവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ വല്യമ്മക്ക് ലോട്ടറി അടിച്ചു. കുടുംബക്കാർക്ക് മുഴുവൻ വിതരണം ചെയ്തിട്ടുണ്ടാവും സാരി. അതൊന്നുമില്ല. വല്യമ്മ ഇപ്പൊ ആ സാരി വിൽക്കാനായിട്ട് അവിടെ എല്ലാം നടക്കുന്നു. നമുക്ക് സുധേട്ട അടുത്ത് പോയി വെക്കാം. അപ്പൊ വിവരെന്തെന്ന് അറിയണ്ടേ? പൂട്ടിക്കിടക്കണല്ലോ. സുധേട്ടോ കൊയ്ത് മെമ്പറാണ് അന്മകനും. സുധേട്ടാ തുറക്കണ്ട്. പരിചയമില്ലാത്ത ആരെങ്കിലും അടുന്ന് കരുതിയിട്ടാണ്. വാ അലിവ് വേണ്ട, അവിടെ നിന്നാ മതി. എങ്ങടേക്കാ പോണത്? എങ്ങടും പോണില്ല. അതെ, ഒരു നിമിഷം മതി എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. പേടിയാണോ? കുടുംബത്തിരിക്കാൻ പേടിയാ. അല്ല സുധേട്ടാ, എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായത്? എന്തെനി ഉണ്ടാവാൻ? എല്ലാം പോയില്ലേ. നിങ്ങള് വാതിലൊക്കെ തുറന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഉറങ്ങിയതല്ലടോ, ഉറക്കിയതല്ലേ. ഉറക്കി? എങ്ങനെ? എന്റെ മെമ്പറേ, ഞാൻ എന്നത്തെയും പോലെ 10 മണിക്ക് കഷായം കഴിച്ചു ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു പെൺകുട്ടി കയ്യിലൊരു ബാഗൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ടാ ഇവിടെ അങ്ങോട്ട് ഇരുന്നു. എന്താ അപ്പൂപ്പാന്നൊരു വിളിയ. ചെന്നൈയിലുള്ള എന്റെ മോളുടെ മോള് വിളിക്കണ പോലെ തോന്നി. എന്റെ കുട്ടിയെ എങ്ങനെ വെറുതെ ഇരിക്കണൂ എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ പറഞ്ഞു ഞാൻ ഈ പുൽത്തൈലൊക്കെ വിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഞാൻ പഴയ ആളല്ലേ. പക്ഷെ എന്നാലും പറഞ്ഞു എന്റെ കുടുംബം അങ്ങനെ കഴിയ ആളാണ്, അപ്പൂപ്പ എന്തെങ്കിലും ഒന്ന് മേടിക്കണം. അപ്പൂപ്പാനും പറഞ്ഞിട്ട് എന്റെ കൈ കയറി പിടിച്ചു. അപ്പൂപ്പാനും വിളിച്ചു കഴിഞ്ഞാൽ മനസ്സറിയാണ്ടിരിക്കും. എന്നിട്ട് ഇത് എത്ര പോന്ന അത്ര ഉള്ളൂ ഒരു കുപ്പി അത് തുറന്നിട്ട് എന്റെ ഇവിടെ ഇങ്ങനെ തേച്ചിട്ടൊന്ന് മണത്തോക്കാൻ പറഞ്ഞു. എന്നിട്ട് മണണ്ട മണ എവിടുന്ന് അറിയണേ? ഞാൻ അങ്ങനെ കൊണ്ടേ നാക്കീത ഓർമ്മയുള്ളൂ മെമ്പറേ. പിന്നെ നീറ്റ് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ കിടക്ക. ഞാനെന്താ ഇവിടെ കിടക്കണ്? ആ പെണ്ണെവിടെ എന്ന് പറഞ്ഞു. വാച്ചിന് സമയത്തായി നോക്കിയപ്പോ വാച്ച് കാണാനില്ല. അപ്പൊ കഴുത്തിന് തപ്പി നോക്കിയപ്പോ ചെയിനും കാണാനില്ല. അയ്യോ എന്താ പോയി പെണ്ണിനും കാണാനില്ല. എന്താ കഴിച്ചിട്ട് ഞാൻ പാട് പറ്റിട്ട് വേറെ അകത്തൊക്കെ ഓടി നോക്കിയപ്പോ എന്റെ മോന് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒരു 10-40,000 രൂപ കൊണ്ടുപോകാനല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ആ മേശയുടെ മുകളിൽ വെച്ചതാ. അതും കാണാനില്ല. അപ്പൊ ഞാൻ നേരെ അകത്തേക്ക് ഓടി. ഇത് നോക്കുമ്പോഴോ അലമാറ തുറന്നു കിടക്കണു. അതിലുണ്ടായിരുന്ന സ്വർണ്ണവും കാണാനില്ലടോ. ഈ ഇവിടെ കടന്നപ്പോ കള്ളനല്ല. എന്താണോ ഈ പറയുന്നത്? കള്ളത്തിയല്ലേ, പെൺകുട്ടിയല്ലേ എടുത്ത്? കള്ളി. കള്ളി അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതും പോണ നാട്ടിൽ ആദ്യമായിട്ടല്ലോ കള്ളന്മാര് കയറുന്നല്ലേ നമ്മൾ കേൾക്കണുള്ളൂ. എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാ. എങ്ങനെ സംഭവിക്കാതിരിക്കും? ഓരോ ദിവസം അന്യനാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ നമ്മുടെ നാട്ടിൽ. അത് പറയട്ടിരിക്കും. എന്തെങ്കിലും ഒരു കളവ് പോയി കഴിഞ്ഞാൽ അപ്പൊ പറയും ബംഗാളിൽ നിന്ന് വന്നവരാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ അവരെ കുറ്റപ്പെടുത്തരുത്. ഇത് കേരളത്തിലുള്ളവരാ, നല്ല മലയാളം പറയുന്ന കുട്ടിയത്. അത് സുധേട്ടാ, അവരൊക്കെ വന്ന 2 ദിവസം കൊണ്ട് മലയാളം പഠിക്കുന്നേ. പഠിച്ച മലയാളവും ജനിച്ചപ്പോ മുതൽ അറിയണ മലയാളം കേട്ടാലൊക്കെ നന്നായിട്ട് അറിയാം. നല്ല മലയാളി കുട്ടിയാ. അല്ലാണ്ട് മക്കളറിഞ്ഞോ? അറിഞ്ഞോ? അതല്ലേ ഏറ്റവും വലിയ കാര്യം. എന്നാ ഈ വാച്ചിനൊക്കെ കൊണ്ടുപോയ സമയത്ത്
മോൻ എന്റെ അടുത്തൊരു ഫോൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞില്ലേ അവർക്ക് അതുകൊണ്ടില്ല പരേഴ്ച മണിക്കൂർ കൂടുമ്പോ ഓഫീസിൽ നിന്ന് വിളിച്ച് തെറിയോട് തെറിയാണോ. പണ്ടും പോയ വിഷമം വന്ന അപ്പൊ ഫോണിൽ കൂടെ തെറി പറഞ്ഞു. പോലീസിൽ അറിയിച്ചു ഞങ്ങള്? അല്ല, അതിലും വലിയ കഥ. വിളിച്ചു പറഞ്ഞ വഴിക്കൊരു പോലീസ് ജീപ്പ് ഇങ്ങോട്ട് വന്നു. നെസ്സയ്യൊരു 3-4 പോലീസ് കിട്ടും പട്ടാന്ന് ഇറങ്ങി വന്ന് ഒക്കെ നോക്കിയിട്ട് നേരെ അകത്തേക്ക് കയറിക്ക്. ഞാൻ ഈ തോട്ടത്തിന് വെച്ച നേന്ത്രക്കൊല്ലണ്ട ആ ഒരു കൊല പഴം മുഴുവൻ 4 എണ്ണം എന്നിട്ട് നാരങ്ങ വെള്ളം കലക്കിയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. മുതല് പോയത് കിട്ടുമല്ലോ എന്ന് കരുതി ഒക്കെ കൊടുത്തു. എന്നിട്ട് പോവാൻ നേരത്ത് പറയാം, ഈ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയ അല്ല ഈ പെണ്ണിനെ കണ്ട സ്റ്റേഷനിൽ അറിയിക്കും, ഞാൻ അറസ്റ്റ് ചെയ്തോളാം. അതിന് പോരു വേണം. ആ പറയുന്നത് ഇതാണ് നമ്മുടെ പോലീസ്. അല്ല, ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ സുധേട്ടാ നേരത്തെ. അതിന്റെ കഥ പറയാതിരിക്കല്ലേ. അച്ഛൻ പെടങ്ങനെ ഇരിക്കണ്ടല്ലോ, എന്തിനാ തിന്നാൻ കൊടുത്തൊരു പട്ടീനെ വളർത്തുന്നെന്ന് പറഞ്ഞിട്ട് അതിനെ മൂത്ത മകൻ നേരെ ഭാരതപ്പുഴയുടെ തീരത്ത് കൊണ്ടേ വിട്ടു. ഇപ്പൊ എന്താ പറയുന്നത്, പട്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. പട്ടീനെ കൊണ്ടുപോയി നഷ്ടമായി. നോക്കിയിട്ട് കാര്യം എന്തായാലും നിങ്ങളെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് കിട്ടിയല്ലോ. എന്താ മെമ്പറെ, എന്താ നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇങ്ങനെയാ ചെയ്യാ? ഇന്നാളെ SIനെ കണ്ടീനി. അപ്പൊ SI പറഞ്ഞ് പല തരത്തിലുള്ള മോഷണങ്ങളാണ് ഇപ്പൊ നടക്കണേ. നമ്മള് വിചാരിക്കുന്ന രീതിയിലൊന്നല്ല. അപ്പൊ ഓർക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ആളെ പേടി പിടിക്കാന്ന് അറിയില്ല അവർക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് വിട്ടേ. കിട്ടിയോ? ഹലോ, ആ മൊയ്തു മെമ്പറാണ്. കണ്ണന് കിട്ടിണ്ടാവും. മനോജ് വക്കീലിന്റെ മതിൽമലോ ആണോ? ആ ശരി, ഞാൻ അപ്പൊ വരാം, ഞാൻ അങ്ങോട്ട് വരാം. ആ സ്പോട്ടിലേക്ക് എത്തിക്കോളാം. എന്താ നമ്മളെ മനോജ് വക്കീലിന്റെ മതിലിന്റെ മേലെ ആരോ ഒരു ചിഹ്നം പറിച്ചിരിക്കണം. അവിടെ ഒരു മോശം ആൾക്കാരൊക്കെ കൂടിക്കണം പോലെയാണ്. അയാളവിടെ നിന്ന് പോയി നോക്കട്ടെ. അല്ലേ, രണ്ടാളും കൂടി പോണോ? അതെ, അതല്ല, ഒരാൾ ഇവിടെ നിന്നാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, പേടിക്കാണ്ടിരിക്കാലോ. സൂര്യാട്ട ഇവിടുന്ന് പോവാനുള്ളതൊക്കെ പോയില്ല, എന്നെ എന്താ പോവാനുള്ളത്? നിങ്ങളവിടെ ഇരുന്നോളി. അല്ല, ഒരു കാര്യം ചെയ്യും, വീട് പൂട്ടി നിങ്ങൾ നമ്മളവിടെ പോരെ. അതാണല്ലേ. അത് വേണ്ട. അതെ, തിരിച്ചു വരുമ്പോഴേ ഈ വീട് ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ? നമുക്ക് പിന്നെ ആ പോലീസ് ഇപ്പടുത്ത കേസങ്ങാനെ അന്വേഷിക്കുമ്പോ അത് തമിഴത്തി കുട്ടിയാണ് അല്ലെങ്കിൽ ബംഗാളി കുട്ടിയാണെന്നൊന്നും പറയണ്ട. അസൽ മലയാളി പെണ്ണാന്ന് തന്നെ പറയണം. ശരി, കള്ളത്തി അവള്. അല്ല സുമേഷ് ചേട്ടാ, ഇതാണത്? അത് തന്നെയാണ് മമ്മതാ, ഇത് അവിടെ കണ്ടത് തന്നെ കേട്ടോ. ഇതിപ്പോ നീലല്ലേ? നീല എന്ന് പറഞ്ഞ പച്ച. എന്താണ് പറഞ്ഞ നീലെന്ന് പറഞ്ഞ പച്ച? അല്ലടോ, നീല എന്ന് പറഞ്ഞ പച്ച സിഗ്നലാണ്. പച്ച സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോയിക്കോളി, ഉഷാറാണെന്നല്ല. ഒരു കുഴപ്പമില്ല. അതാണ് ഈ നീലേന്റത്. ചില മതിലിന്റെ മേലെ കറുപ്പോണ്ട് ഒരു വര വരയ്ക്കൂ, വൃത്തോ. അതെന്താണെന്നറിയോ? അത് ചുവപ്പ്. ചോപ്പ് പുടികിട്ടി. അപകടം. അവിടെ കയറരുതെന്നാ. അവിടെ കയറിയ കുലുമാലാന്നാണ്. ഇപ്പൊ ഇവരുടെ അടുത്ത് എല്ലാ കളറും ഉണ്ടാവുമല്ലേ ഇത് വരയ്ക്കാനുള്ള? എല്ലാ കളറും ഉണ്ടാവൂടോ. അല്ല, അപ്പം മെമ്പർക്ക് ഇത്ര കൃത്യമായിട്ട് അറിയുന്നത് എങ്ങനെയാണ്? അതിന്റെ നിങ്ങളൊരു സംശയത്തോടെ ചോദിക്കണത്? എനിക്കും തോന്നി അങ്ങനെ. സംശയം പറഞ്ഞു തന്നപ്പോ എനിക്കും തോന്നി, എല്ലാവർക്കും തോന്നി. എനിക്കും തോന്നി. അല്ല, ഇതിപ്പോ സംശയം എല്ലാവർക്കും തോന്നുമ്പോ എനിക്ക് തോന്നണമല്ലോ. അതെ, ഇവിടുത്തെ സ്ഥലം SIനെ കണ്ടപ്പോ SI ആണ് ഇക്കാര്യം മുഴുവൻ നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെ അടയാളം ഇട്ടിക്കണ കാര്യവും അതൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവല്ലത്. അപ്പൊ പകല് വന്ന് ഇതുപോലെ വരച്ചു വെക്കുക, രാത്രി വന്ന് മോശണം. അല്ല, അപ്പൊ ഇത് രണ്ടും ഒപ്പം ചെയ്തൂടെ അവർക്ക്? ഏത് വരക്കലും മോഷണം രണ്ട് സമയം? മോനെ, ഒരു ഇത് ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമാണ്. നിജമായിട്ട് കൊളാക്കണ്ട. മമ്മതാ, ഈ മനോജ് വക്കീൽ ഇവിടെ ഇല്ലാണ്ടായിട്ട് 3 മാസമായി. ഇത് കള്ളന്മാർക്ക് നല്ല നിശ്ചയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇവിടെ തന്നെ ഇത് പരിച്ചേ. വേറെ എവിടെ ഉണ്ട് പറഞ്ഞേ? ആ നമ്പ്യാർ വീട്ടില്. നമ്പ്യാർ ഇവിടെ ഇല്ലല്ലോ. നമ്പ്യാർ കുറെ കാലമായിട്ട് സ്വർണ്ണൂർ മോളെ എടുത്തല്ലേ. അവിടെ നീലുണ്ടാ പരിച്ചത്? നീലുണ്ട്. കറക്റ്റ് അത്. ഈ വരച്ചേക്കണേൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്താണെന്ന്? എന്താണ്? അതായത് ആ വട്ടത്തിനകത്ത് ഒരു 6 കാല് കാണണില്ലേ? ഈ 6 കാല് എന്താണെന്നറിയാമോ? അതിന്റെ നടുക്കിരിക്കുന്നതാണ് വീട്. ഈ വീട്ടിൽ നിന്ന് 6 കാലെന്ന് പറയുന്നത് 6 വഴികളാണ്. എന്തേലും അപകടം ഉണ്ടായോ ഈ 6 വഴി കൂടെ ഓടി രക്ഷപ്പെടാം. എനിക്ക് തെറ്റി മമ്മതാ. അങ്ങനെയല്ലത്. നടുവിലുള്ള വീടല്ലേ? ഈ 6 കാലുണ്ടല്ലോ, ഈ 6 കാലിൽ കൂടെയും വീട്ടിലേക്ക് പ്രവേശിക്കാന്നുള്ളതാണ്. 6 വഴിയുണ്ട് വീട്ടിലേക്ക്. ഇതല്ലേ ഞാനും പറഞ്ഞ മെമ്പർ. ഈ ഓടി കഴിച്ചിലാവുന്ന കാര്യമല്ല പറഞ്ഞു. നമ്മൾ 6 ബൈക്കോടെയും വീട്ടിലേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞേ. അതല്ലേ ഞാനും പറഞ്ഞേ. നിങ്ങൾ രണ്ടാള് പറയണ ഒന്ന് തന്നെയാണ്.
അതാണ് അതന്നെ സംഭവം. അതെ ഇനിയിപ്പോ വൈകിക്കണ്ട, പോലീസിനെ അറിയിക്കണ്ടേ? പോലീസിനെ ഞാൻ അറിയിക്കാം. പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചായത്തിലെ ആണുങ്ങൾ മുഴുവൻ ഒന്ന് സംഘടിക്കണം. അത് വേണം. അതായത് നമ്മളൊരു സ്ക്വാഡായിട്ട് രാത്രി നീങ്ങണം. സോഡയായിട്ടാ സ്ക്വാഡല്ല സുമേഷ് ചേട്ടാ, സ്ക്വാഡ് ഗ്രൂപ്പായിട്ട് രണ്ട് സ്കോഡാക്കാം. രണ്ട് സ്ക്വാഡാക്കാം. അപ്പോ വീട്ടിലെ കുറച്ചും തുപ്പിയും കുത്തിരിക്കല്ലേ, രാത്രി ഇങ്ങോട്ട് പോരാ. ഉള്ള വയസ്സന്മാരെ മുഴുവൻ നിങ്ങൾ സംഘടിപ്പിക്കണം. മധ്യവയസ്കന്മാരെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഹരി അന്റെ കൂട്ടുകാരെ ഒക്കെ കൂട്ടിട്ട് നീ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ എല്ലാവരും സംഘടിപ്പിച്ചോ. 7 മണിക്ക് എല്ലാവരും ഇവിടെ എത്തിയ നമുക്ക് സുഗതന്റെ വീട്ടിൽ ഒന്നുകൂടി പോണ്ടേ? സുഗതന്റെ വീട്ടിൽ എന്താണ്? അപ്പൊ അത് അറിഞ്ഞില്ലേ നിങ്ങള്? സുഗതനെ മയക്കിട്ട് ഒരു പെണ്ണ് പോയി കഴിഞ്ഞില്ലേ? പെണ്ണിനെ മയക്കിട്ട് പോയാ? സുഗതൻ പെണ്ണിനെ മയക്കി കൊണ്ടതല്ല, സുഗതനെ മയക്കി കിടത്തിയിട്ട് ഒരു പെണ്ണ് പോയി കാഞ്ഞി. അതെ ആ പ്രേമോ? സുഗതനെ മയക്കി കിടത്തിയിട്ടേ കച്ചവടത്തിന് വന്നൊരു പെണ്ണ് വീട്ടിലെ സ്വർണവും പണം കിടത്ത് മുങ്ങിന്ന്. അതായത് നേരെ പറയണ്ടേ. ഓ ഇപ്പോഴാണ് ട്യൂബിലൈറ്റ് കത്തിയത്. പോവാ. അല്ല മെമ്പറെ, ഇപ്പൊ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ എനിക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ്? അല്ല അത് ഈ ഒരു വട്ടം ഉണ്ടല്ലോ, ഈ 6 കാലിനൊരു വട്ടം. ആ വട്ടം എന്താണെന്ന് അറിയാമോ? വട്ടം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? വട്ടം എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടം. ചുറ്റുവട്ടത്താണ് കളി. ഇതൊരു നല്ല വീടല്ലേ? കണ്ടാ നല്ലതാണ്. ഇനി ആൾക്കാരുടെ സ്ഥിതി എന്താ? നല്ലതായിരിക്കും. പട്ടിയുണ്ട്. ചേച്ചി ചേച്ചേ നമസ്കാരം ചേച്ചി. നമസ്കാരം. ആരാ? നമസ്കാരം. ഞാൻ ആക്ടിവിസ്റ്റ് സത്യശീലൻ. ഇവര് വന്ന് പാരിദുരേ. കാര്യം എന്താ? ഒരു വൃദ്ധസദനം, കുംഭകോണത്ത് വൃദ്ധസദനം ഉണ്ട്. അപ്പൊ അവിടുന്നുള്ള ഒരു ഈ ഫണ്ട് കളക്ഷന് വേണ്ടി വന്നതാണ്. എവിടെ സ്ഥലം എന്താന്ന് പറഞ്ഞ? കുംഭകോണം. എന്റെ ചേട്ടാ അവിടുന്ന് ഇവിടം വരെ വന്ന് ഈ പൈസ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് ഒരു വലിയ സ്ഥാപനം. നിറയെ ആളുകൾ இந்த மாதிரி കളക്ഷന് വേണ്ടിട്ട് പോയിട്ടിരിക്കും. നിങ്ങൾ വന്ന് പറഞ്ഞ ഞങ്ങളെങ്ങനെ വിശ്വസിക്കാനേ? ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഇരിക്കും മാഡം. പിന്നെ കാര്യം അറിയണ്ടേ? വൃദ്ധസദനത്തിന്റെ ലൈസൻസ്. ഇത് കലക്ടറുടെ ഒപ്പ്. കലക്ടർ ശരിയാണല്ലോ. എന്ത് ശരിയാണല്ലോ? അമ്മയ്ക്ക് തമിഴ് വായിക്കാൻ അറിയാമോ? എന്തിനിപ്പോ തമിഴ് വായിക്കണത്? അതിനകത്ത് ഒപ്പ് കാണാൻ പാടില്ലേ കളക്ടറുടെ? ഇതുപോലൊരു ഒപ്പ് ഞാനിട്ടാ പോരെ? ഇത് സത്യം വരക്കെ. എന്ത് സത്യം? കളക്ടറുടെ ഒപ്പ്. ആരാ കളക്ടർ? ആരാ കലക്ടർ? കലക്ടറുടെ പേരുണ്ട്. പേര് അതിലുണ്ട്. അല്ല പേരപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? പേരുണ്ടല്ലോ. ഇതാ ശരത് കുമാർ കളക്ടർ. എല്ലാവർക്കും കളക്ടറുടെ ഒക്കെ എനിക്കറിയില്ലല്ലോ. ഇവിടുത്തെ കളക്ടറുടെ അമ്മയ്ക്ക് ഒന്നും അറിയാൻ പാടില്ല. അതല്ല ഇങ്ങനത്തെ ആൾക്കാർ തന്നെ. അത് കളക്ടർമാർ കൊല്ലം മാറി വരും മാഡം. നിങ്ങളിപ്പോ എവിടുന്ന വരണേ? മോന്റെ വീട് എവിടെയാ? എന്റെ വീട് വന്ന് ബോംബെ. എന്നിട്ട് പിന്നെ എന്തിനാ കുംഭകോണത്ത് നിക്കണേ? അത് ഒരു പെരിയ കഥ. ഞാൻ ബോംബെയിൽ എനിക്ക് ജോലിയുണ്ട്. ഇപ്പഴല്ല മുന്നേ. സർക്കാർ ജോലി, പെരിയ സർക്കാർ ജോലി. അപ്പൊ ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോ റോഡ് സൈഡില് ഒരു അപ്പ അമ്മ, പാവ ഒരു അപ്പ അമ്മ, വിശന്ന് 2 ആഴ്ച പട്ടിണി. അവർ റോഡ് സൈഡിൽ കിടക്കണം. ഞാൻ ചെന്ന് കൂപ്പിട്ടു, എന്താ അപ്പ എന്നാ അമ്മ இந்த மாதிரி റോഡ് സൈഡില്? അപ്പൊ അവർ പറഞ്ഞു മക്കളെല്ലാം ഉപേക്ഷിച്ച്. അത് കണ്ടപ്പോ എനിക്ക് ജോലി വേണ്ട, കുടുംബം വേണ്ട, ഭാര്യ വേണ്ട, ഒന്നും വേണ്ട തോന്നി. നേരെ ഓഫീസിൽ പോയി റിസൈൻ ചെയ്ത് അവിടുന്ന് കിട്ടിയ പൈസ, കുറച്ച് പണം കിട്ടി അവിടുന്ന്. ആ പണം നേരെ കുംഭകോണത്തിലിട്ടു. എന്നിട്ട് ഇവരെ കുട്ടിയെ കുംഭകോണത്തിൽ പോയി ഇപ്പൊ ആക്ടിവിസ്റ്റ്. അല്ല അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മേനെ ആര് നോക്കും? അവരൊക്കെ പെരിയവര് മാഡം. പെരിയവര് കൃഷി ഇരിക്ക്, വാഹനങ്ങൾ ഇരിക്ക്, എല്ലാം ഇരിക്ക്. അമ്മേ സ്വന്തം അച്ഛനും അമ്മേനെ അവിടെ ഇട്ടിട്ട് ഇവിടെ നടക്കേ? അങ്ങനെയല്ല. പിന്നല്ല എന്താണ്? ചേച്ചി നമുക്ക് എന്ത് വേണം? നമുക്ക് ശരിക്കും പണവും കാശ് ഇതൊന്നുമല്ല. നമുക്ക് മനസമാധാനം വേണോ, സ്നേഹം വേണോ? അവിടെ ഈ കുംഭകോണത്ത് ഒരുപാട് ആളുകളുണ്ടോ? നിറയെ ആള് இருக்கு. 10-200 அப்பா இருக்கு, அம்மா இருக்கு. കഷ്ടം ചേച്ചി, ரொம்ப കഷ്ടം. இந்த மாதிரி ഈ മക്കള് കളഞ്ഞിട്ടിട്ടുള്ള അച്ഛനമ്മ ഇല്ലേ, അവർ ഞങ്ങൾ എടുക്കും. അത് ശരി. അപ്പൊ ഇത്രയും നേരം വന്നവരൊക്കെ തുണിയും പൈസ ചോദിച്ചുള്ളൂ. ഇവർക്ക് അച്ഛനും അമ്മേനെയും കൊടുക്കണം. തുണി വേണം, എല്ലാം വേണം. ഞങ്ങള് നല്ല ഇല്ല കേട്ടോ, ഇവിടെ നിറയെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ ആരുമില്ല. പിന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അച്ഛനും അമ്മേനെയും കൊടുക്കാൻ? ഇവിടെ ആരുമില്ല അങ്ങനത്തെ ആൾക്കാരൊന്നും. ഈ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് ഈ വഴി മാത്രം, വേറെ വഴിയുണ്ടോ? വഴി ഇതിൽ കൂടിയാണ് ഇപ്പൊ എല്ലാവരും പോണ. അവിടെ പുറകിലൊരു വഴി ഉണ്ടേ, പക്ഷെ അതിനകത്ത് അങ്ങനെ ആരും നടക്കുന്നില്ല. ആകെ കാട് പിടിച്ചെടുക്കുക. ആ വഴി അടയ്ക്കണം. വേറെ ഒരു വീട്ടിക്ക് 2 വഴി വേണ്ട. ഇവിടെ ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ ആൾക്കാരല്ലേ. അങ്ങനെ
ജോലി ഇല്ലേ വേറെ ജോലി? അല്ല ഇപ്പൊ എന്തൊക്കെ അറിയണം ഇത്? ചോദ്യം അല്ല വഴി അറിയണം, ജോലി അറിയണം, വേറെ എന്തെങ്കിലും അറിയണം? വർത്തമാനം പറഞ്ഞു വന്നപ്പോ അങ്ങനെ ജോലി ഉണ്ട്. അവള് രാവിലെ പോന്നിട്ട് ലീവ് എടുത്തതാ. പകലപ്പോ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. ഇഷ്ടം പോലെ പണി ഉണ്ടാവും. ഒരു പട്ടിയുണ്ട്. ആ അവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പേടിയൊക്കെ ഇരിക്കണുണ്ടോ? മോനെ പോലെയാ. എന്തിനാന്ന് ഇവിടെ കഥയും പറഞ്ഞോണ്ട് നിക്കണേ? അല്ല ചേച്ചി, പഴയ ഉടുപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നാ കൊണ്ടുപോകും. അയ്യോ ഉടുപ്പൊന്നും ഇല്ല. രാവിലെ വന്നവർക്ക് അമ്മ സാരിയൊക്കെ എടുത്ത് കൊടുത്തു. 2000 എഴുതട്ടെ? 2000? അല്ല ഒരു സംഭാവന കൊടുക്കണം. സംഭാവന 100 റുപ്യ. അയ്യോ 100 പോരാ. 100 മതി. 100 ഒരു 250 എഴുതിക്കും. ദേ അമ്മ 250. ഇന്നത്തെ ദിവസം എത്ര രൂപയാ അമ്മ കൊടുക്കണു? അത് അവർക്ക് 200 അല്ലേ കൊടുത്തുള്ളൂ. അമ്മ എനിക്ക് ദേഷ്യം വരും കേട്ടോ. അമ്മ പ്രായമായ മനുഷ്യർക്ക് ആരുമില്ലാത്തവർക്ക് മാഡം, ആരുമില്ലാത്തവർക്ക് ഞങ്ങളും ഭക്ഷണം കഴിക്കണേ എന്റെ ശമ്പളം കൊണ്ടാ. എന്റെ ശമ്പളം മുഴുവൻ ഇങ്ങനെ കൊടുത്തു തീർക്കും. ദാനം കൊടുക്കണം നമ്മള്. 100 രൂപ. അയ്യോ 100 രൂപ. 500 എഴുതാ ചേച്ചി, 500 എഴുതാ. 250 എഴുതിക്കോ. 250. പാവങ്ങളടി വെയിലത്ത് എവിടെ നിന്ന് നടന്നു വന്നതാ. പേര് ഞാൻ പാവല്ലേ. പേര് മണ്ടോദരി എഴുതിക്കോ. എന്റെ പേര് പറഞ്ഞു കൊടുക്കണ എന്തിനാ? ആ നിന്റെ പേര്. അമ്മയുടെ പേര് അങ്ങ് കൊടുത്താ മതി. ചേച്ചി ഇനി വേറെ സ്കീം ഉണ്ടേ. എന്ത് സ്കീം? അപ്പൊ എല്ലാ മാസവും ഞങ്ങള് വരണ്ട. നിങ്ങൾ വരണ്ട. വേണമെങ്കിൽ അമ്മ അവിടെ കൊണ്ടേ തരും. നേരിട്ട് കൊടുക്കാം. നേരിട്ട് ഇപ്പൊ മണി ഓർഡർ അയക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. മാസം അയച്ചാൽ മതി. മാസം അഡ്രസ്സും കൂടി അത് റെസീറ്റിലിருக்கு. മതി. വെള്ളം കുടിക്കാൻ കിട്ടും എന്റെ. എന്നാ പിന്നെ ഇരിക്കും. ഞാനും വെള്ളം എടുത്തിട്ട് വരാം. പൈസയും തരാം. പച്ചവെള്ളം മതി. പച്ചവെള്ളം ആയിക്കോട്ടെ ഇരിക്കട്ടാ. ചോറ് കൂടി കൊടുക്കുന്നേ. നീ ഇവിടെ ഇരിക്കേ. നമ്മള് പരിചയമില്ലാത്ത ആൾക്കാർ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് പിന്നെ അവരെ കസല കയറിയിരിക്കാൻ പാടില്ല. മോള് പറ്റിപ്പല്ല കേട്ടോ. മോള് മോശം, അമ്മ കുഴപ്പമില്ല അല്ലേ? മമ്മി 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 ഒന്നിങ്ങോട്ട് നോക്ക്. എന്താ നോക്ക്. ദേ ഇതൊന്ന് നോക്ക്. ഈ 2 കണക്ക് ഭയങ്കര പാട്. ദേ നോക്ക്. ഇതാ ടാബ് എടുത്ത് എന്തുവാ മമ്മി ഇത്? ദേ ഇത് ഇത്ര ഞാൻ ചെയ്തില്ലേ? പിന്നെ ഒന്ന് പറഞ്ഞതായത്. ദേ 2 എണ്ണം ഉള്ളൂ. അമ്മ ഞാനിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണ കഷ്ടമാണ് മമ്മി. മമ്മിക്ക് ഇതൊന്ന് പറഞ്ഞു തന്നാൽ എന്താ? പോയി ടാബ് എടുത്ത് വെച്ച് നോക്കടി. എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ചെല്ലടി. അല്ല പിന്നെ എന്താ? അത് ശരി, നീ ഇവിടെ വന്നിരിക്കണ ഭയങ്കര തലവേദന. ചായ എടുത്തിട്ടുണ്ടെന്നേ. ചായ കിച്ചണിലുണ്ട്. എന്ത്? ചായ കിച്ചണില് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് വന്ന് തരാനാണ് നിന്നോട് പറഞ്ഞത്. എന്റെ പ്യാരി, നിങ്ങൾക്കൊന്ന് പോയി എടുത്ത് കുടിച്ചൂടെ? എടി അത് നിനക്ക് പോയി എടുത്തുകൊണ്ട് വന്നാൽ എന്താ? നിനക്ക് എന്താ ഇവിടെ പണി? ഞാനിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? പിന്നെ നീ മലമറിക്കാണല്ല. ഞാനെന്താ എനിക്ക് ചാറ്റ് ചെയ്യാൻ പാടില്ലേ? കൊറേ നാളായി ഞാൻ കാണുന്ന രാവും പകലുമില്ലാതെ നിധി ചാറ്റിങ്. ആരോടാടി ഇത് നീ ചാറ്റണത്? ഞാൻ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ. നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ വർഷമായില്ലേ? അത് ശരി, ഞാൻ ചെയ്യണൊക്കെ നിനക്ക് ഒപ്പത്തിനൊപ്പം ചെയ്യണം. ഞാൻ ചാറ്റുണ്ടെങ്കിൽ അതെന്റെ സുഹൃത്തുക്കളോടും എന്റെ ഓഫീസിലെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നിനക്കിപ്പോ എന്താ പുതിയ ചാറ്റിങ്? എന്താ നിങ്ങൾക്കാവാം, എനിക്കാവാൻ പാടില്ല, അങ്ങനെയാണോ? അത് കൊള്ളാലോ, നല്ല പോളിസി ആണല്ലോ. എന്നാ നീ ഒരു കണ്ണടയും കൂടി എടുത്തു വെച്ചിട്ട് ഫെമിനിസ്റ്റാകടി, എന്നോട് കളിക്കല്ലേ. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ ഫെമിനിസം, മറ്റേ ഇസം, മറിച്ച ഇസം. നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ട. നീ ഉള്ള ചായ എടുത്തോളൂ, ഞാൻ അപ്പുറത്തുണ്ടാവും. പോയി കൊടുത്ത് കുടിക്കും. എന്താ മനുഷ്യ? എടി നീ ചായ എടുക്കണ്ട. എന്തൊട്ടാടി ഉണ്ടാക്കി വെച്ചാണ്?
ചായയാണിത്, എറവെള്ളം ഇത്. ഒന്ന് കുടിച്ചു നോക്കിയാ നീ. ആ ചായക്ക് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? നീ കുടിച്ചു നോക്കടി, എന്താ കുഴപ്പമൊന്ന്? ഇത്രയും വർഷമായിട്ട് ഞാൻ തന്നെയല്ലേ ചായ ഇട്ട് തന്നത്, അപ്പോഴൊന്നും ഉണ്ടാവാത്ത കുഴപ്പം ഇപ്പൊ എന്താ? നീ ആരോടാണ് ഈ സംസാരിക്കണ നീ? നീ 10 രൂപ വില എടുത്ത് കിട്ടാൻ തുടങ്ങിയപ്പോഴല്ലേ നിനക്ക് ഈ അഹങ്കാരം എന്നോട്? ഞാനിവിടെ അർദ്ധസായി ജോലി ചെയ്ത് കഴിഞ്ഞു വന്ന് കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഞാൻ മൊബൈൽ പിടിച്ചിരുന്നു പറഞ്ഞിട്ട് നിങ്ങക്ക് അസൂയ. നീ വിശ്രമിക്കണ? നീ ആ കൊച്ചിന് വല്ലതും പറഞ്ഞു കൊടുക്കണ്ട. ഈ കുടുംബത്തെ അടുക്കള കിടക്കണ കോലം കണ്ട നീ ആ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടാ? ഇവിടെ വല്ല ഭക്ഷണം കഴിക്കാനുണ്ടാ? നിന്റെ എപ്പോഴും 24 മണിക്കൂർ നീ ഇതിൽ ചാറ്റിക്കൊണ്ടിരിക്കാൻ. അപ്പൊ എനിക്ക് മാത്രം ചാറ്റ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ, നിങ്ങൾക്ക് എപ്പോഴും ആവാലോ. എടി ഫോൺ ആവശ്യത്തിനാണ് ഉപയോഗിക്കണം. ഞാൻ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ ഓഫീസിൽ പോയിരിക്കുമ്പോഴൊന്നും മൊബൈൽ എടുത്ത് യൂസ് ചെയ്യുന്നില്ലല്ലോ. നിന്റെ ആവശ്യം എനിക്കറിയാം. ഞാൻ കിടന്ന് ഉറങ്ങി കഴിയാൻ നേരത്ത് നീ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കണം. ആർക്കാടി നീ അയച്ചു കൊടുക്കണം? ആഹാ, അപ്പൊ അത് ശരി. 12 വർഷമായിട്ട് നിങ്ങൾ പാത്ത പതിക്ക് 12 മണിക്ക് ശേഷം പോയി ആർക്കും മനുഷ്യ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കുന്നേ. ഇതൊന്നും ഞാൻ കാണില്ലാന്ന് വിചാരിക്കാം. നീ അപ്പൊ എന്റെ പുറകെ എന്നെ ചെക്ക് ചെയ്യാൻ നടക്കണല്ലേ? പിന്നെ ഞാൻ നിങ്ങളെ പുറകെ ചെക്ക് നീ എന്റെ പകരത്തിന് പകരം ചെയ്തോടി. നീ എടി, ഞാൻ പറയണ കേട്ട് അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ ഈ കുടുംബത്തിൽ ജീവിച്ചോ, അല്ലെങ്കിൽ നീ പൊയ്ക്കോ. എന്നെ കൂടെ കെട്ടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഒരാളുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് എന്നോട് വന്ന് പീഡിപ്പിക്കില്ലായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ അച്ഛന്റെ, നിങ്ങളുടെ അച്ചാച്ചന്റെ, അച്ഛമ്മയുടെയും കുഞ്ഞമ്മയുടെയും പൊടി എല്ലാവരുടെയും പണിയെടുത്ത് എന്നെ കൊല്ലായിരുന്നു. നീ ഒരുപാട് പണി ഇവിടെ എടുക്കണ്ട. നീ ഇവിടെ എടുക്കുന്ന പണിയൊക്കെ എനിക്കറിയാം. മോള് മിണ്ടാതിരിക്കും. നീ എന്റെ അമ്മനെ ഇവിടെ ഇട്ട് പണിയെടുപ്പിച്ച് കൊന്നില്ല. പണിയെടുപ്പിച്ച് കൊന്നത് ഞാനല്ല, മനുഷ്യൻ നിങ്ങളുടെ തന്തയുടെ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുറച്ച് വൈകി പോയെന്ന് ഞാൻ പറയുള്ളൂ. എന്താ മണ്ടു നീ പറയണ്? നീ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിട്ടാണ് പറഞ്ഞു വിട്. കണ്ടവന്റെ തല്ലുകൊള്ളാൻ വേണ്ടിട്ടല്ല ഞാൻ വളർത്തി വലുതാക്കിയത്. അങ്ങനെ ഒരു കാരണമില്ലാണ്ട് വെറുതെ ഇങ്ങോട്ട് തല്ലു. അമ്മ, ചായയിൽ ശക്കലം പഞ്ചസാര കൂടി പോയാനോ അയാൾ എന്നെ തല്ലിയത്. നീ അവനെ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ. അവൻ എത്ര മധുരം വേണമെന്ന് എനിക്കറിയില്ലേ? കുറച്ച് പഞ്ചസാര കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടിയെങ്കിൽ അവനോട് സോറി പറയാ. എന്നിട്ട് രണ്ടാമത് അവന് പാകത്തിന് മധുരമുള്ള ചായ കൊടുന്നു കൊടുക്കുക. നിങ്ങൾ ഇവിടത്തെ കാര്യം തന്നെ ഒന്ന് ആലോചിക്കും. നിങ്ങൾക്കൊരു ചായ വേണം, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയി ചായ ഇട്ട് കുടിക്കും അല്ലേ? ഒരു മീൻകറി വേണം, എന്ത് ചെയ്യും? കടയിൽ പോയി മീൻ മേടിച്ചു കൊടുന്ന് നേരാക്കി ഞാൻ കറി വെക്കും. ആര് കറി വെക്കും? ഞാൻ കറി വെക്കും. നിങ്ങൾക്ക് പുറത്തേക്ക് പോണം. ആരാ നിങ്ങളുടെ ഷർട്ടൊക്കെ തേക്കാറ്? അതിപ്പോ എന്താ പറയാനുള്ളത്? എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യണേ. അല്ലേ? അപ്പൊ പിന്നെ അവനൊരു ചായ ഉണ്ടാക്കി കുടിച്ച എന്താന്നേ കയ്യില് വളം ഊരി പോവല്ലോ. അമ്മേ, അച്ഛനെ പോലെ ഒരു ഭർത്താവിനായിരുന്നു ശരിക്കും ഞാൻ ആഗ്രഹിച്ചത്. അത് ശരിയാ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. എന്നെ പോലെ പണിയും കൂലിയൊന്നും ഇല്ലാതെ ഒരു പെൺകോന്തനെ കെട്ടിച്ചെന്നാ മതിയായിരുന്നു. ഇതിപ്പോ പറ്റിപ്പോയില്ലേ? നീ ഒന്ന് ചെല്ല്. നീ പോവരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിണ്ടല്ലോ. കേട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോവും. ഞാൻ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോയാ നീ മൂക്കൊണ്ട് ക്ഷാ വരയ്ക്കുമ്പടെ. പിന്നെ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാമെങ്കിൽ ഇവിടെ നിന്നാ മതി. നിങ്ങൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ തന്നെ നിന്നാ മതി, എങ്ങോട്ടും പോണ്ട. അതെ, അങ്ങോട്ട് പോണ്ട, അവരിങ്ങോട്ട് വരുന്നുണ്ട്. ആവശ്യമില്ലാതെ വാ തുറന്ന് അറിയാലോ എന്നാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ എനിക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ. വരൂ അതെ, ഒരു കസാര എടുത്താ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. കൊച്ച് ഉറങ്ങാച്ചാ, വിളിക്കാം. ഓളെ സുലോചനെ, നീ അവനുമായിട്ട് വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങി പോന്നപ്പോ ഞാൻ തടയാഞ്ഞത്
2 ദിവസം കഴിയുമ്പോ ആ പിണക്കം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ ആഴ്ചയൊന്നായില്ലേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല ഇന്നിപ്പോ അവളും കുട്ടിയും കൂടി അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. അല്ല വന്നില്ല. അതെന്താ മണ്ടോതിരിയമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളല്ലേ? അല്ലെ എന്താ തെറ്റെന്താ? ചായയിൽ പഞ്ചസാര ഇട്ടതോ? അതാണ് എന്റെ മോളുടെ തെറ്റ്. അതിനാണ് അവൻ തല്ലിയത്. ആണുങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോ ചെറുതായിട്ടൊന്ന് തല്ലിയതൊക്കെ വരും. അത് സ്ത്രീകളായാൽ നിങ്ങൾ വേണ്ട ക്ഷമിക്കാൻ. ആണുങ്ങൾക്ക് ദേഷ്യം വരുമ്പോ തല്ലും. അതൊക്കെ ആ കുടുംബത്തില്. ഈ കുടുംബത്തിൽ നടക്കൂല. അത് ഇവിടെ നേരെ മറച്ചാ. അതെ, ഒരടി കിട്ടിയപ്പോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാ. അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോണം? ഞങ്ങളൊരു വഴക്കിനും വക്കാണത്തിനും ഒന്നും വന്നല്ല. ഇനിയിപ്പോ നമ്മൾ അതൊക്കെ പറഞ്ഞ് നാറ്റിക്കാനും നിൽക്കണ്ട. ഉണ്ടായത് എന്തെങ്കിലും ആവട്ടെ. മോളിപ്പോ തൽക്കാലം മോളെ വിളിച്ചിട്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോകും. അത് നടക്കില്ല എന്നാ ഞാൻ പറഞ്ഞു. എന്ത് വിശ്വസിച്ചാ ഞാൻ ഇവിടെ അങ്ങോട്ട് അയക്കേണ്ടത്? നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാ പറയണത് എന്റെ മോളെ തല്ലിയത്. ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ. ദേഷ്യം വരുമ്പോ ചിലത് സംഭവിച്ചു പോവും. അതാ ഞാൻ ചോദിക്കണേ. നിങ്ങളുടെ മോന് ദേഷ്യം വരുമ്പോ നാളെ ഇവിടെ കൊന്നളഞ്ഞ ഞാൻ ആരോട് ചോദിക്കുന്നേ? മണ്ടോതിരിയപ്പോ നിങ്ങള് വല്ലാതെ കാട് കയറി ചിന്തിക്കാൻ. ഞാൻ ചിന്തിക്കും. ഇതൊരു കുടുംബജീവിതമാണ്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയോ? അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവർക്കൊരു കുട്ടിയുണ്ട്. അതെ, കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ നോക്കും, മോളെ നോക്കും, എല്ലാരെയും നോക്കും. ഇവിടെ നിന്നോട്ടെ. അവക്കെ നല്ല അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്. അവള് ജീവിച്ചോളൂ. അങ്ങനെ വരട്ടെ. എന്റെ മോൻ ഇത്ര നാളെ അധ്വാനിച്ചു കൊണ്ടൊന്ന് കുടുംബം നോക്കിയപ്പോ ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പൊ അവൾക്കൊരു ശമ്പളം കിട്ടാൻ തുടങ്ങി. ആ ശമ്പളം പിടുങ്ങാനുള്ള സൂത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അന്ന് പിന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്ത്രീധനം ഞങ്ങൾ അങ്ങോട്ട് തന്നിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ നക്കാപ്പിച്ച കേസ് പറഞ്ഞ് നിങ്ങൾ വർത്താനം ഉണ്ടാക്കരുത്. ജോലിയുള്ള ആൺകുട്ടികളാകുമ്പോ അത്യാവശ്യം സ്ത്രീധനം മേടിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിക്കാൻ. അത് നാട്ടു നടപ്പാ. പിന്നെ അന്തസ് നിങ്ങളുടെ മോനെ എന്ത് അന്തസ്സുണ്ട്? അന്തസ്സുള്ളവനാണെങ്കിൽ ഈ പണി കാണിക്കാവൻ. അല്ല, ഇത്രയും നേരം ഞാൻ നിങ്ങളോടൊരു മാന്യമായിട്ടാ സംസാരിച്ചത്. ഇനി നിങ്ങൾ വെറുതെ വഷളാക്കാൻ നിന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെൺകുട്ടിയാ, അത് നിങ്ങൾ ഓർത്തോ. എന്റെ മോനെ ഇഷ്ടം പോലെ പെൺകുട്ടികളെ. പിന്നെ ഇഷ്ടം പോലെ പെൺകുട്ടികള്. ഇവളൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ചെറുക്കന്മാർ ഇവിടെ ക്യൂ നിൽക്കും. മോളെ, നിന്റെ തള്ളക്ക് വിവേകം ഇല്ലാന്ന് വിചാരിച്ചിട്ട് നീ അതേപോലെ ആവണ്ടോ. നീ എന്റെ മോന്റെ കുട്ടി കയ്യിലുള്ള ഒരാളാ, അത് മനസ്സിലാക്കിയോ? ഇവിടെ പെട്ടുപോവും. ഞാൻ പറയണത് നീ മനസ്സിലാക്കിയോ? വരണ്ട. എങ്ങനെ വരിക? നിങ്ങളുടെയൊക്കെ സ്വഭാവല്ലേ പഠിപ്പിച്ചു വിട്ടേക്കണത്. അങ്ങോട്ട് വളർത്തിക്കോ. ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ജാതി സാധനങ്ങൾ കൊണ്ടാണെങ്കിൽ ഇപ്പൊ നമ്മളങ്ങനെ പോകേണ്ടത്. എനിക്ക് മോളെ ഞാൻ കൊച്ചിനെ എടുത്തോണ്ട് വാ. അല്ല, മണ്ടു പറയണതേ താൻ എന്ത് കോന്തനാണോ? ഇത്ര നേരം വർത്താനം അവരിരുന്ന് പറയുമ്പോ താൻ മതിലും ചാടി നിൽക്കുക. അത് ഞാൻ പറയാം. എന്ത് പറയണേ? അതെ, അവള് ചിലപ്പോ തല്ലും. അത് തന്നെ. ആ പ്രശ്നം തന്റെ അടുത്ത് നടക്കണോ? ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. അടിച്ചു പല്ലുകൾ ഒഴിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ജാതി ഭാഷണത്തരം സംസാരിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മാന്യതയ്ക്ക് ഇവിടെ വന്നു വിളിച്ചു. ഇനി അവിടെ വരുന്നില്ല വെച്ചാൽ അവിടെ ഇവിടെ നിന്നോട്ടെ. ഇവിടെ സർവേക്കല് കുറിച്ചിട്ട് വരെ അവിടെ അതെ, നിങ്ങളുടെ വീട്ടിൽ ധർമ്മത്തിന് വന്നല്ല ഞങ്ങള്. അത് മനസ്സിലാക്കിയോളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് മറുപടിയാ തരും. മണ്ടു പറയുന്നത് കേട്ടില്ലേ? മണ്ടു പൊക്കോളും. മണ്ടു പറയുന്നത് കേട്ടില്ലേ? പോവോ? എടോ താനാണ് കൂട്ടിട്ട് പോവും. മണ്ടു ശരിയല്ല, ആള് പൊക്കോളും. വർത്താനം പറഞ്ഞു കിടക്കണം. ഒരു സാമർഥ്യേ. എന്റെ കൊച്ചിനെ തല്ലിട്ട് വിളിക്കാൻ വന്നേക്കണം. നീ എന്തിനാ മണ്ടു ഇങ്ങനെ ചൂടാവണ്? പ്രഷറുകൾക്ക് ബന്ധു പറ്റിയ ഞെക്ക് വയ്യ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ. നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങളോട് മീൻ വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടോ നിങ്ങള്? അത് പൂച്ച ഉണ്ടായാണോ? അയ്യോ, പൂച്ചയെങ്ങാനും കൊണ്ടുവരണ്ടെങ്കിൽ എന്ത് നോക്കിക്കാ എവിടെയാവത്തോട്. ഇറങ്ങണം സാറേ. പിന്നെ ഇന്ന് 1-2 വലിയ കേസുകളുണ്ട്. മറ്റേ ഒരു സിനിമാ നടനും നടിയും ഡൈവേഴ്സ് അല്ലേ, അതിന്റെ കേസ് നിന്നാണ്. അയ്യോ, എനിക്ക് കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് പിന്നെ വരാന്നേ. ഇല്ല, പറഞ്ഞോ. നിന്റെ കേസ് പിന്നെ വെക്കാൻ പറ്റില്ല. നോട്ടീസ് വന്നിരുന്നേ. നോട്ടീസോ? കോളടിച്ച് ചെലവുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, വൈഫ് അയച്ചതാണ് ഡിവോഴ്സിന് വേണ്ടിട്ട്. പിന്നെ വൈഫിനല്ലാതെ പിന്നെ വേറെ വല്ലവർക്കും അയക്കാൻ പറ്റുമോ? അല്ല സാറേ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. പറഞ്ഞൊന്ന് സെറ്റിൽ ചെയ്തിട്ട് അയ്യോ, നാളെ ഇല്ലടാ തനിക്ക്. അവള് തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കണേ. പിന്നെ വീണ്ടും അതിന്റെ പുറകെ കടിച്ചു നോക്കി പോണ എന്തിനാണ്? ഓരോ ആണുങ്ങളുണ്ടല്ലോ ഇങ്ങനെ ഒരു സാധനം കൈ കിട്ടാൻ വേണ്ടി കുതിച്ചിരിക്കുകയാണ്. നമ്മളെ ഇങ്ങനെ തന്നെ. ഇത് ഒന്നും പേടിക്കാനില്ല. ഇത് വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം കേട്ടോ.
ഇതിപ്പോ രണ്ട് പാത്രമാക്കി ഞാൻ തരും. പിന്നെ ഒരു നിമിഷം, സമയമില്ലാത്ത സമയത്ത് ആൾക്കാർ വിളിക്കും. ഹലോ, അതെ മന്മഥൻ വക്കീലാണ്. പറയണം. ഓർമ്മയുണ്ട് സാറേ, ഓർമ്മയുണ്ട്, മറന്നതല്ല. നമ്മുടെ പിന്നെ മോക്കടെ പ്രായം 35. ഓർമ്മയുണ്ട്, ഞാൻ ചോദിക്കുന്നുള്ളതേ ഉള്ളൂ. നാളെ രേവതി. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു നിമിഷം ഒന്ന് ഹോൾഡ് ചെയ്യണം സാറേ. അതെ, പിന്നെ നിന്റെ പ്രായം എത്രയായി? എനിക്ക് 40. 40. നാളെ അത് എന്റെ അത്തം. സാറേ, അതെ, ഒരു 40 വയസ്സുള്ള പ്യാരിജാതൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന്റെ കേസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മോളുമായിട്ട്. നല്ല ചേർച്ച. ഇല്ലില്ല, അയ്യോ തങ്കപ്പെട്ട പയ്യനാ, തങ്കപ്പെട്ട ചെറുക്കനാണെന്ന് എനിക്കറിയാം, പേഴ്സണലി അറിയാവുന്നതാണ്. പിന്നെ പുള്ളിക്ക് ഒരു ബാധ്യത ഇപ്പൊ തോളിലുണ്ട്, അതിനെ ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു ഇച്ചിരി സാവകാശം കൊടുക്കണം. അതേ ഉള്ളൂ. ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ സാറിന് വിളിച്ചോളാം കേട്ടോ. ശരി സാറേ. ഇത് നീ ഇന്ന് വന്ന ആരെ കണി കണ്ടാലും ഇന്നത്തെ ദിവസം കൊള്ളാം കേട്ടോ. കോൺട്രാക്ടറെ മോളാ. ഞാൻ വേറൊരു ഒന്നും പറയണ്ട, ഒറ്റ മോള് പൂത്ത കാശ് ആവശ്യമുള്ള ശ്രീധരൻ തരും. 3% കമ്മീഷൻ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ചിലവന്മാര് പറയുമ്പോ കാല് മാറി കളയരുത്. കല്യാണത്തിന്റെ കേസ് വിട്ട് സാറ് ആവശ്യമില്ലാതെ വീണ്ടും എന്തിനിടെ അതിൽ കിടന്ന് തൂങ്ങണത്. ഇതിനിപ്പോ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാലും പിന്നെയും തട്ടിയും മുട്ടിയും പൊട്ടൽ തന്നെ ഉണ്ടാവും. വെറുതെ അതിന്റെ പിറകെ പോണോ? ഇത് നല്ല കേസാണ്. ഇതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഓസ്ട്രേലിയയിൽ നേഴ്സാണ്, അവളങ്ങ് പൊക്കോളും. പിന്നെ നിനക്കുള്ള മാസം അയക്കണത് മാറ്റി ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. എന്റെ പ്യാരിജാത, നിന്റെ കേസ് എന്റെ മനസാക്ഷി കോടതിയിൽ എപ്പോഴേ പിരിഞ്ഞു കഴിഞ്ഞു. ഇനി അത് ചേർത്ത് വെച്ചാലും ചേരൂല. വന്ന് കയറി മഹാലക്ഷ്മി കല്യാണക്കാര്യമല്ല സാറേ, എനിക്ക് ഈ കാര്യം ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കല്യാണം. അതൊക്കെ ഞാൻ പറയട്ടെ, എന്റെ അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം. അതെ, താൻ ഒരു അക്ഷരം മിണ്ടരുത്. തനിക്ക് നല്ലൊരു കേസ് ഞാൻ ഏൽപ്പിച്ചു തന്നിട്ട് അത് വേണ്ട രീതി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. ഒന്നും പറയണ്ട. എത്ര ദിവസം ഇയാള് പിറകെ നടക്കുന്നറിയാ? ചേട്ടനെന്താ പ്രശ്നം? മോനെ, ഞാനും എന്റെ ഭാര്യയായിട്ട് നിസ്സാര പ്രശ്നമാണ്. അത് ഇയാള് ഡൈവേഴ്സ് ആക്കി ഈ പ്രായത്തിലാ. എന്നിട്ട് ഇയാള് പറഞ്ഞിട്ട് ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. വേറെ പെണ്ണിനാ? വേറെ പെണ്ണ്. അവളെ എന്റെ പൈസ എല്ലാം അടിച്ചോണ്ട് പോയി. അപ്പൊ പിന്നെ എന്തിനാ ഇപ്പൊ വക്കീലിനെ കാണാൻ നടക്കുന്നത്? അത് ആദ്യ ഭാര്യനെ തന്നെ രണ്ടാമത് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ഇയാൾ ചോദിക്കാനാണ്. അപ്പൊ ഈ വക്കീൽ ആള് കുഴപ്പക്കാരനാണല്ലേ? അയാളെ പേരെന്നെ പിരിയൻ മന്മഥൻ എന്നല്ലേ? പുള്ളി എന്നോട് പിരിക്കാന്നും പറഞ്ഞ് പുതിയ കല്യാണം ആലോചിച്ച അയാള്. മോനൊരു കാര്യം ചെയ്യും, എന്റെ പരിചയത്തിൽ ഒരു കൗൺസിലർ ഉണ്ട്. അല്ല, ഏത് വാർഡിലാ? വാർഡിലല്ല, ഇത്തരം കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൗൺസിലർ. എന്താ പേരല്ല? സത്യശീലൻ. ശരി.